ഏതാണ് ജില്ല? ഏത് ജില്ലേനെ പ്രതിനിധീകരിച്ചിട്ടാണ് സംസ്ഥാന സ്കൂൾ? കണ്ണൂർ ജില്ലേനെ പ്രതിനിധീകരിച്ചിട്ടാണ്. അപ്പോൾ കണ്ണൂർ ജില്ലക്കാർക്ക് ഒരു അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷമാണ്. കാരണം പോയിന്റ് നിലയിൽ ഏറ്റവും മുൻപിൽ കണ്ണൂർ ജില്ലയാണ്. ഏത് ഐറ്റത്തിനാണ് പങ്കെടുത്തത്? HSS മോണാക്ട്. HSS മോണാക്ട് ഹയർ സെക്കൻഡറി വിഭാഗം മോണാക്ട് ആണ്. എത്രാം ക്ലാസ്സിലാണ് അപ്പോൾ പഠിക്കുന്നത്? +2. അപ്പോൾ ഗസലിന്റെ അവസാനത്തെ വർഷത്തെ കലോത്സവമാണ്. ഇതിനു മുമ്പ് കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? 4ാമത്തെ വർഷം, തുടർച്ചയായിട്ട് 4ാമത്തെ വർഷമാണ് ഇപ്പോൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. റിസൾട്ട് വന്നോ? എന്താണ്? എ ഗ്രേഡ് ഉണ്ട്. അപ്പോൾ കണ്ണൂരിന് ഒരു പോയിന്റ് കൂടെ നേടിക്കൊടുത്തിരിക്കുന്ന ഒരാളാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ എ ഗ്രേഡ് ലഭിച്ച ആ ഒരു മോണാക്ട് TCVയുടെ പ്രേക്ഷകർക്ക് ഇവിടുത്തെ പരിമിതികൾ അനുസരിച്ചിട്ട് ആൾ നമുക്ക് അവതരിപ്പിച്ച് കാണിക്കും. അപ്പോൾ ഒന്ന് കണ്ടാലോ? എന്തേ ഞാനൊരു മോശം സ്ത്രീയാണെന്നോ? കാഷ്യോയെ എൻ്റെ മനസ്സിനോട് ചേർത്ത് വെച്ചെന്നോ? ഏത് തൂവാല നൽകിയ കാര്യമാണ് അങ്ങ് പറയുന്നത്? ഈ ഡെസ്റ്റിമോണയുടെ മനസ്സിൽ എന്നും ഒത്തല്ലോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നും ഡെസ്റ്റിമോണ പറയുന്നത് പെരും നുണയാണ് പ്രഭു. ഏയാകോ നേരിട്ട് കണ്ടതാ. അവൻ ആ കാഷ്യോ അവനൊരു രാത്രി എന്നോടൊപ്പമായിരുന്നു. ഉറക്കത്തിൽ അവൻ എന്തൊക്കെയാ വിളിച്ച് പറഞ്ഞത്? ഡെസ്റ്റിമോണ, നമ്മുടെ പ്രണയം ഒത്തല്ലോ അറിയാതെ ഒളിച്ചു വെക്കണം. കഴിഞ്ഞില്ല. ഉറക്കത്തിൽ ഡെസ്റ്റിമോണ എന്ന് വിളിച്ച് അവൻ എന്റെ ചുണ്ടിൽ ഉമ്മ വെച്ചു. പിന്നെ കെട്ടിപ്പിടിച്ചു. ഡെസ്റ്റിമോണ, ഇല്ല, നീ ഈ ഭൂമിയിൽ ജീവിച്ചുകൂടാ. നിന്നെ ഞാൻ മരണത്തിലേക്ക് പറഞ്ഞേക്കും. അരുത്, ഇന്നെന്നെ കൊല്ലരുത്. സത്യത്തിനായി ഒരു പകൽ കൂടി എനിക്ക് അനുവദിക്കണം പ്രഭു. ഞാൻ വിശുദ്ധയായ ഒരു ഭാര്യയാണ്. ഭാര്യ ആ വാക്ക് ഇനി ഡെസ്റ്റിമോണക്ക് ചേരില്ല. ഈ കൈക്കരുത്തിൽ പിടഞ്ഞ് നീ അവസാനിക്കും. അപ്പോൾ നമ്മുടെ ഷേക്സ്പിയറിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വർക്കാണ് ഒഥല്ലോ. അപ്പോൾ ഒഥല്ലോനെ ആസ്പദമാക്കിയിട്ടുള്ള മോണോക്ട് ആയിരുന്നു ഗസൽ അവതരിപ്പിച്ചത്. വളരെ നന്നായിട്ടുണ്ടായിരുന്നു. എ ഗ്രേഡ് കിട്ടിയതിൽ ഒരു അത്ഭുതവും ഇല്ല. അപ്പോൾ TCVയുടെ വക, തൃശ്ശൂരിൻ്റെ സ്വന്തം ചാനലായിട്ടുള്ള TCVയുടെ വക എല്ലാവിധ ആശംസകളും നേരാണ്. ഇനിയിപ്പോൾ കലോത്സവങ്ങളില്ല, +2 ആണ്. ഇനിയിപ്പോൾ യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരിക്കലും ഇത് വിടരുത്. ഈ ഒരു കഴിവ്. സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ? ഉണ്ട്. സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. ആളുടെ മുഖത്തുണ്ട് അത്. അപ്പോൾ നമുക്ക് സിനിമയിലൊക്കെ കാണാൻ പറ്റട്ടെ, ഇതുപോലെ ഇൻ്റർവ്യൂ ചെയ്യാൻ എനിക്കും പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.